2025 ഏപ്രിൽ 22 എന്ന ദിവസം ഇനി ഇന്ത്യക്കാർക്ക് മറക്കാനാകില്ല. ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് രാജ്യം. 26 പേരുടെ മരണത്തിനിടയായ ഭീകരരുടെ ഈ ക്രൂരകൃത്യത്തിനെതിരെ വലിയ പ്രതിഷേധം തന്നെ രാജ്യത്ത് ഉയരുകയാണ്. ശക്തമായ ഭാഷയിൽ തന്നെ ഇന്ത്യ തിരിച്ചടിക്കാൻ തയ്യാറാകുമ്പോൾ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനിൽ നിന്ന് സഹായം ലഭിച്ചെന്ന വിലയിരുത്തൽ തന്നെയാണ് രാജ്യത്തിനുള്ളത്. അട്ടാരി വാഗ അതിർത്തി അടച്ചിടുകയും ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ പൗരന്മാരോട് 48 മണിക്കൂറിനുള്ളിൽ മടങ്ങാനും ഇന്ത്യൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം സിന്ധു നദീജല ഉടമ്പടിയും താൽക്കാലികമായി നിർത്തിവെച്ചു. ഇന്ത്യ പാക് യുദ്ധങ്ങൾ നടന്നപ്പോൾ പോലും റദ്ദാക്കാത്ത സിന്ധു നദീജല കരാറാണ് 65 വർഷങ്ങൾക്കിപ്പുറം മരവിപ്പിച്ചിരിക്കുന്നത്. അതേസമയം ആക്രമണത്തെ അപലപിച്ച് പാകിസ്ഥാൻ താരങ്ങൾ രംഗത്തെത്തിയത് ശ്രദ്ധേയമാവുകയാണ്. ദുരന്തം എവിടെയായാലും അത് എല്ലാവർക്കും ദുരന്തം തന്നെയാണെന്ന് നടി ഹാനിയ ആമിർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുണ്ട്. ഇരകളോടൊപ്പമാണെന്നും ഒരു നിരപരാധി കൊല്ലപ്പെടുമ്പോൾ അത് എല്ലാവരുടെയും വേദനയാണെന്നും താരം കുറിച്ചിട്ടുണ്ട്. സനം തെരി കസം എന്ന ബോളിവുഡ് ചിത്രത്തിൽ അഭിനയിച്ച മാവ്ര ഹൊക്കെയിനും ആക്രമണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. ഒരാൾക്കെതിരെയുള്ള ഭീകരപ്രവർത്തനം എല്ലാവർക്കുമെതിരെയുള്ള ഭീകരപ്രവർത്തനമാണെന്നാണ് അവർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ഒപ്പം പാകിസ്ഥാൻ ഗായകൻ ഫർഹാൻ സയ്യിദും നടി ഉസ്മാ ഖാനും അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു. ഇതിനിടെയാണ് പാകിസ്ഥാൻ നടൻ ഫവാദ് ഖാൻ അഭിനയിച്ച ബോളിവുഡ് ചിത്രമായ അബീർ ഗുലാൽ ഇന്ത്യയിൽ റിലീസ് ചെയ്യില്ലെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. മെയ് 9-നായിരുന്നു ചിത്രം തിയേറ്ററുകളിൽ എത്തേണ്ടിയിരുന്നത്. എന്നാൽ ഭീകരാക്രമണം നടന്നതിന് പിന്നാലെ കടുത്ത വിമർശനങ്ങൾ സമൂഹമാധ്യമങ്ങളിലടക്കം ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. ന്യൂഡൽഹിയും ഇസ്ലാമാബാദും തമ്മിലുള്ള മോശം ബന്ധം ചൂണ്ടിക്കാട്ടി രാജ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന നേരത്തെ തന്നെ ഈ ചിത്രം ഇന്ത്യയിൽ റിലീസ് ചെയ്യുന്നതിനെ എതിർത്തിരുന്നു. പഹൽഗാം ആക്രമണത്തോടെ ഇത് രൂക്ഷമാവുകയാണ് ഉണ്ടായിരിക്കുന്നത്. സിനിമാ തിയേറ്ററുകൾ ചിത്രം പ്രദർശിപ്പിക്കാൻ തയ്യാറായിട്ടില്ലെന്നും വിനോദ സംഘടനകൾ ചിത്രം ബഹിഷ്കരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം അറിയിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. പിന്നാലെ ചിത്രം ഇന്ത്യയിൽ റിലീസ് ചെയ്യില്ലെന്ന് മന്ത്രാലയവും വ്യക്തമാക്കിയിട്ടുണ്ട്. കലാകാരന്മാരുടെ സംഘടനയായ ഫെഡറേഷൻ ഓഫ് വെസ്റ്റേൺ ഇന്ത്യ സിനി എംപ്ലോയീസും ചിത്രം ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ വീടുകളിൽ എത്തിച്ചപ്പോൾ ബോയ്കോട്ട് ആമിർ ഗുലാൽ എന്ന ഹാഷ്ടാഗും വ്യാപകമായി. ചിത്രത്തിലെ പുറത്തിറങ്ങിയ 2 ഗാനങ്ങൾ ഭീകരാക്രമണത്തിന് പിന്നാലെ യൂട്യൂബിൽ നിന്നും അപ്രത്യക്ഷമായിട്ടുണ്ട്. ഫവാദ് ഖാൻ അഭിനയിച്ച ബോളിവുഡ് ചിത്രത്തിന് ഇതിനു മുൻപും സമാനമായ രീതിയിൽ പ്രതിഷേധം നേരിടേണ്ടി വന്നിട്ടുണ്ട്. കരൺ ജോഹറിന്റെ ഏ ദിൽ ഹി മുഷ്കിൽ എന്ന ചിത്രത്തിന്റെ റിലീസ് സംബന്ധിച്ചായിരുന്നു അന്ന് പ്രശ്നം ഉടലെടുത്തത്. 2014 ഉറി ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യൻ മോഷൻ പിക്ചേഴ്സ് പ്രൊഡ്യൂസേഴ്സും ഓൾ ഇന്ത്യ സിനി വർക്കേഴ്സ് അസോസിയേഷനും പാകിസ്ഥാൻ അഭിനേതാക്കൾക്ക് ഇന്ത്യൻ സിനിമയിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഔദ്യോഗികമായി വിലക്കേർപ്പെടുത്താനുള്ള ഹർജി 2023 ബോംബെ ഹൈക്കോടതി തള്ളി. എന്നിരുന്നാലും 2016 മുതൽ പാക് താരങ്ങൾക്ക് അപ്രഖ്യാപിത വിലക്ക് ബോളിവുഡിൽ തുടരുന്നുണ്ടായിരുന്നു. 2019 പുൽവാമ ഭീകരാക്രമണത്തിൽ 35 അർദ്ധസൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയും ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ പാകിസ്ഥാൻ കലാകാരന്മാർക്ക് ബഹിഷ്കരണം ഏർപ്പെടുത്തിയിരുന്നു. ഈ ഘട്ടത്തിലാണ് 9 വർഷങ്ങൾക്ക് ശേഷം ഫവാദ് ഖാൻ ബോളിവുഡ് ചിത്രമായ അബീർ ഗുലാലിൽ നായകനായി എത്തുന്നത്. വിവേക് ബി അഗർവാൾ നിർമ്മിക്കുന്ന അബീർ ഗുലാൽ ആരതി എസ് ബാഗ്ദിയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ നടി വാണി കപൂറാണ് ചിത്രത്തിലെ നായിക. അതേസമയം ഫവാദ് ഖാനും കൂട്ടക്കൊലയിൽ ദുഃഖം പ്രകടിപ്പിച്ചിരുന്നു. പഹൽഗാമിലെ ഭീകരാക്രമണ വാർത്തയിൽ അതിയായ ദുഃഖമുണ്ടെന്നും ഇരകൾക്കൊപ്പമാണ് തങ്ങളുടെ പ്രാർത്ഥനകളെന്നും ഫവാദ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിട്ടുണ്ട്. 2014 പുറത്തിറങ്ങിയ ഖൂബ്സൂരത്ത്, 2016 പുറത്തിറങ്ങിയ കപൂർ ആൻഡ് സൺസ്, 2016 തന്നെ പുറത്തിറങ്ങിയ ഏ ദിൽ ഹി മുഷ്കിൽ എന്നീ 3 ചിത്രങ്ങളാണ് ഫവാന്റേതായി ബോളിവുഡിൽ പുറത്തിറങ്ങിയിട്ടുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.